ഹലോ, ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല നാടൻ മത്തിക്കറിയാണ് കേട്ടോ. നമുക്കറിയാം ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ധാരാളം അടങ്ങിയിരിക്കുന്നത് മത്തിയിലാണെന്ന്. പ്രായഭേദമൊന്നുമില്ലാതെ തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഫിഷാണ് മത്തി. ഇതിൻ്റെ രുചിയാണെങ്കിലോ പറഞ്ഞറിയിക്കേണ്ട കാര്യവുമില്ല. ഏതെല്ലാം കറികൾ കഴിച്ചാലും ഇടയ്ക്കൊന്നും മത്തിക്കറി കഴിച്ചില്ലെങ്കിൽ എന്തോ ഒരു പോരായ്മയാണ്. വളരെ എളുപ്പത്തിൽ നാടൻ മീൻകറി മത്തി കൊണ്ട് വയ്ക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. 1 കിലോ മത്തിക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ പറയണേ. അരയ്ക്കാനായിട്ട് മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 6 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങയും കൂടി അല്പം വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കണം. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ആവശ്യമുള്ളത് 15 ചെറിയ ഉള്ളിയും 6-5 പച്ചമുളകും. ഞാനിവിടെ 6 എണ്ണം എടുത്തിട്ടുണ്ട്, 2 എണ്ണം ചെറുതാണേ. പിന്നെ 1 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയുമാണ്. നമ്മുടെ അമ്മമാരുടെ കറിയുടെ സ്വാദ് പലപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ കിട്ടാറില്ല. അതെന്താണെന്നറിയോ? ഇതൊക്കെ ഒഴിവാക്കുന്നത് കൊണ്ടാണ്. ഉള്ളിയും മുളകും ഇഞ്ചിയും ഒക്കെ ഇങ്ങനെ തന്നെ ചതച്ചിടണം കേട്ടോ. മീൻകറിയൊക്കെ മൺചട്ടിയിൽ തന്നെ വെക്കുന്നതല്ലേ നല്ലത്. അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ചട്ടിയിലേക്ക് ചേർത്തിട്ട് അതിലേക്ക് 2 പീസ് കുടംപുളി അല്പം വെള്ളത്തിലിട്ടിരുന്നത് ചേർത്ത് കൊടുക്കുകയാണേ. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ഉള്ളി ഇഞ്ചി മുളകും കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടുമുറ്റത്തുള്ള വേപ്പിലയാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർത്തേക്കണേ. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ ചേർത്തു. ഇനിയുണ്ടല്ലോ, ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവേ. പക്ഷേ വെള്ളം കൂടി പോരുത്. ഗ്രേവി തിളച്ച് വരുമ്പോൾ മത്തി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മത്തിയുടെ മണമടിച്ചപ്പോഴുണ്ടല്ലോ, ഞാനൊന്നും അറിഞ്ഞില്ല. പിന്നെ ഇതുവഴി പോയപ്പോൾ ഒന്ന് എന്ന മട്ടിൽ എൻ്റെ പുറകിലൂടെ ഒരാൾ പോകുന്നുണ്ടോ. മത്തി ചേർത്തതിന് ശേഷം കറി നന്നായി തിളച്ച് കഴിയുമ്പോൾ 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒന്ന് പതുക്കെ ഇളക്കി ചേർത്ത് കൊടുത്ത് മൂടി വെച്ചിട്ട് 5 മിനിറ്റ് സമയം നമുക്ക് ഫുൾ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. അഞ്ച് മിനിറ്റിന് ശേഷം ഒന്നുകൂടെ ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് മൂടി മാറ്റി വെച്ചിട്ട് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇത്രയുമായപ്പോൾ നമ്മുടെ നാടൻ മത്തിക്കറിയുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് കണ്ടാൽ നാവിൽ വെള്ളം ഊറുന്ന രീതിയിൽ കൊതിപ്പിക്കുന്നുണ്ട് കേട്ടോ. നമുക്കൊട്ടും ഒഴിവാക്കാൻ പറ്റാത്ത മത്തി അങ്ങനെ നല്ല നാടൻ കറിയായിട്ട് ചോറ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ സിമ്പിൾ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ട്രൈ ചെയ്യണം. എന്നിട്ട് മറക്കാതെ കമൻസിലൂടെ ഒന്ന് അറിയിച്ചേക്കണം. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം. അതുവരെ ടാറ്റാ.